എന്തായാലും ഇത് മാത്രം നിനക്ക് കണ്ടല്ലോ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. ഇതെന്തിനാ ആവശ്യമില്ലാതെ എന്റെ നേരെ ചാടുന്നത്? പച്ചക്കറി വാങ്ങാൻ ഒരു ബാഗ് നോക്കുമായിരുന്നു, അവിടെ ഒരു ബാഗ് ഇരിക്കുന്നുണ്ട്, ഞാൻ അതങ്ങ് എടുത്തു. അതിന് എത്ര ചീത്ത പറയാൻ എന്താളെ? എടി നിനക്ക് പച്ചക്കറി വാങ്ങണേ നിന്റെ ബാഗ് എടുത്തോണ്ട് പോകും, ഇത് എനിക്ക് ആവശ്യമുണ്ട്. അതിന് മാത്രം എന്താ ഈ ബാഗിലുള്ളത്? അതെന്തേലോട്ടെ, നിനക്ക് എന്താ പോയി എന്റെ പണി നോക്ക്. ഇല്ല, ആ ബാഗിൽ എന്താന്ന് എനിക്ക് അറിയണം. അതിന് തന്നെ തൃശൂൽ, നീ എന്തിനാ അങ്ങനൊക്കെ സംസാരിച്ചേ? നീ പറയുന്നത് കേട്ട് അവർക്ക് പഴയതൊക്കെ ഓർമ്മ വന്നു. അവരുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. അവരൊന്ന് സമാധാനിപ്പിക്കാൻ എത്ര കഷ്ടപ്പെട്ടു എന്നറിയോ? സോറി മാഡം, അങ്ങനെയൊക്കെ പറഞ്ഞ അവരുടെ മനസ്സ് ഇത്രയധികം വേദനിക്കുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു മകനായിട്ട് മാതാപിതാക്കളോട് എന്ത് ചെയ്യാൻ പാടില്ല എന്നതാണ് ഞാൻ പറഞ്ഞത്. അതവർ ഒരുപാട് വിഷമിപ്പിച്ചു. പോട്ടെ, വിട്ടേക്ക്. തൃശൂൽ, ആക്ച്വലി നീ സംസാരിക്കുന്ന കേട്ടിട്ട് എനിക്ക് നിന്നോടുള്ള ബഹുമാനം കുറച്ച് കൂടിയിട്ടുണ്ട്. താങ്ക് യു മാഡം. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്ന ലവ് ആപ്ലിക്കേഷൻ ഒന്ന് അപ്രൂവ് ചെയ്തോടെ? തൃശൂൽ, സോറി മാഡം, തമാശക്ക് പറഞ്ഞതല്ലേ. എനിക്ക് നിന്റെ തമാശ ഒന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. ശരി, എന്നാ നമുക്കങ്ങ് പോയാലോ? കാർ റെഡി ആയി വന്നിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് പോണോ? ഇതെന്താ മാഡം ഇങ്ങനെ ഒരു ചോദ്യം? ഇത്രയും ദിവസം പോണം തിരക്ക് പിടിച്ചിട്ട് പെട്ടെന്ന് ഇപ്പൊ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? ഓ, എന്റെ പേഴ്സണാലിറ്റിയിൽ മയങ്ങി ഇനിയും കുറച്ച് ദിവസം കൂടി എന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹമുണ്ടല്ലേ? അല്ല, എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. മാഡത്തിന് ഈ വീട്ടിൽ കാര്യമുണ്ടെന്നോ? അങ്ങനെ എന്ത് കാര്യം ഈ വീട്ടിലുള്ളത്? അതൊക്കെ നിന്നോട് പറയണമെന്നുണ്ടോ? എന്താ മാഡം അത്? എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയാൽ മതിയെന്നായി. അപ്പൊ മാഡം ആണെങ്കിൽ ഇതേ വേണ്ടാന്ന് പറയുന്നു. എന്താ കാര്യം അറിഞ്ഞാ പറ്റുള്ളൂ എനിക്ക്. തൃശൂർ, കുറച്ച് പതുക്കെ സംസാരിക്കേ. അവര് കേട്ടാ എന്താ വിചാരിക്ക? പിന്നെ നമ്മളെ മേലെ സംശയം തോന്നും. അങ്ങനെ സംശയം തോന്നിയാ അവര് പിന്നെ നാട്ടുകാരെ എല്ലാം വിളിക്കും. അത് പിന്നെ ആകെ പ്രശ്നമാകും. ഇവര് രണ്ടുപേരെ എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാം. പക്ഷെ നാട്ടുകാരെല്ലാരും വന്നാ പിന്നെ പ്രശ്നം. പ്ലീസ്, ഈ ഒരു ദിവസം കൂടെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. മാഡം 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 ഒരു മിനിറ്റ് നിൽക്ക്. ഇതെന്തായാലും അടിപൊളി, വല്ലാത്തൊരു തീരുമാനം തന്നെ. ഓ, ഇവിടെ വന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞ ഡയലോഗ് എനിക്ക് എന്നെ തിരിച്ചടിച്ചിരിക്കാം. എന്റെ ഈശ്വര, ഈ പെൺകുട്ടി എന്തുകൊണ്ടാണ് അവ സൃഷ്ടിച്ചിരിക്കുന്നത്? ഇവരെപ്പോ എന്ത് സംസാരിക്കും, ആ തലയ്ക്കുള്ളിൽ എന്താ പോകുന്നേ, ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നേ ഇല്ല. എന്തൊക്കെയായാലും മാഡത്തിന് എന്നോടിപ്പോ കുറച്ച് ബഹുമാനൊക്കെ കൂടി വന്നിട്ടുണ്ട്. എന്തായാലും സെറ്റാക്കി എടുക്കാം. യെസ്. ഒടുവിൽ ആദിശേഷന്റെ ജന്മരഹസ്യം എനിക്ക് ലഭിച്ചു. ഇവിടെ എന്റെ എല്ലാ പൂജാതി കർമ്മങ്ങളും സമ്പൂർണമാകുന്നു. ആദിശേഷന്റെ പുനർജന്മത്തിന്റെ രഹസ്യമറിയാനുള്ള എല്ലാ കടമ്പകളും ഞാൻ കടന്നിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് സത്യം അറിയില്ലേ മഹാമായേ? ഉറപ്പായും എന്റെ പൂജയുടെ ഫലമാണിത്. ആദിശേഷന്റെ ജന്മനക്ഷത്രപ്രകാരം 2 ദിവസത്തിനുള്ളിൽ അവന്റെ ജന്മദിനമാണ്. ആ ദിവസം തീർച്ചയായും പരിണാമങ്ങൾ സംഭവിക്കും. ആ പരിണാമങ്ങൾക്കിടയിൽ എന്റെ ശക്തി ഉപയോഗിച്ച് ആദിശേഷൻ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. ആദിശേഷന്റെ ജന്മദിനത്തിലെ പരിണാമത്തിനു വേണ്ടി അവിടുന്ന് കാത്തിരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ കഴിഞ്ഞ 23 വർഷങ്ങൾക്ക് മുൻപാകാമായിരുന്നല്ലോ. ആദിശേഷൻ ആരാണെന്ന് അറിയാനും പറ്റുമായിരുന്നു. ഇത്തവണത്തെ ജന്മദിനം വിശേഷമേറിയതാണ്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും വർഷത്തെ ജന്മദിനത്തിൽ
അവൻ ഒറ്റയ്ക്കായിരുന്നില്ലേ? ഈ വർഷം ശിവാനിയും അവന്റെ കൂടെ തന്നെയുണ്ട്. പരിണാമം എന്തായാലും സംഭവിക്കും. ആ സവിശേഷ ദിനത്തിൽ ത്രിവിക്രമോ തൃശൂലോ ഇവര് രണ്ടുപേരിൽ ആദിശേഷൻ ആരായിരുന്നാലും അവരിൽ പരിണാമത്തിന്റെ മാറ്റങ്ങൾ കാണാനാവും. അമ്മയ്ക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോകാം. സത്യം എത്രയും വേഗം നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഗരുഡ, നമ്മളിപ്പോൾ തൃശൂലിനെ മാത്രം നിരീക്ഷിച്ചാൽ പോരാ, ത്രിവിക്രമനെയും നിരീക്ഷിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആദിശേഷന്റെ ആത്മാവ് ആരിലാണ് ഉള്ളതെന്ന് മനസ്സിലാവൂ. രാത്രിയാവട്ടെ, അത് തന്നെയാണ് നമുക്കും അനുയോജ്യമായ സമയം. തയ്യാറാവൂ ഗരുഡ. നാഗറാണി എന്തുദ്ദേശത്തിലാണ് ഭൂമിയിലേക്ക് കാലുകുത്തിയത്? ആ ഉദ്ദേശത്തിന്റെ രഹസ്യം ആദ്യം നമുക്ക് മനസ്സിലാക്കണം. ആ രഹസ്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ നീയും സിദ്ധനാകും. അതെയോ മഹാമായേ? ഹലോ ശിവാനി, കേൾക്കുന്നുണ്ടോ? ആക്ച്വലി ഇന്നലെ നൈറ്റ് ഞാൻ നിങ്ങളെ വിളിച്ചിരുന്നു. സോറി, ഞാൻ അറിഞ്ഞില്ല. തന്നെ എനിക്കിപ്പോ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. എപ്പോഴാ തിരിച്ചു വരിക? നാളെ പുറപ്പെടാന്നാ വിചാരിക്കുന്നത്. ഓക്കെ. തൃശ്ശൂരില്ലേ അവിടെ? ഇവിടെ ഉണ്ട്. തൃശൂർ വരുന്നു മേഡം. ത്രിവിക്രം കോൾ ഹോൾഡ് ചെയ്യാം. എന്താ പറയാ ബോസ്? തൃശ്ശൂർ എല്ലാം ഓക്കെ അല്ലേ? അവിടെ പ്രോബ്ലം ഒന്നും ഇല്ല? എന്താ പറയുന്നത് ബോസ്? എന്ത് കുഴപ്പമുണ്ടെങ്കിലും നമ്മൾ മാറ്റിയെടുക്കില്ലേ? ഇവിടെ ഒരു കുഴപ്പമില്ല. പറ. നിന്റെ നെക്സ്റ്റ് പ്ലാൻ എന്താ? നീ എവിടേക്ക് പോകാൻ പോകുന്നത്? അത് പിന്നെ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വേഗം തന്നെ തിരിച്ചു വന്നേക്കാം ബോസ്. ഹലോ 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 കൊച്ചു മുതലാളി, എന്തോ ബോസ് പറയുന്നൊന്നും കേൾക്കുന്നില്ലെന്നേ. ഈ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നവനല്ലേ, അതുകൊണ്ടായിരിക്കും ഇപ്പൊ കോള് കട്ടായത്. ആരും കണ്ടില്ല. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഞങ്ങൾ ആരാണെന്ന് അറിയില്ലെങ്കിൽ പോലും ഞങ്ങൾക്കൊരാശ്രയം തന്നു. ഞങ്ങൾക്ക് നല്ലത് വരണമെന്ന് മാത്രം ആഗ്രഹിച്ചു. എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്കും നല്ലതേ വരൂ. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടം നിങ്ങളിൽ നിന്നും അകന്നേ പറ്റൂ. നീ എപ്പോഴാ വന്നേ? ഇപ്പൊ വന്നേ ഉള്ളൂ. ഇങ്ങോട്ട് വരുന്ന ആരും കണ്ടില്ലല്ലോ? ആരും കണ്ടിട്ടില്ല. എന്നാ ശരി, വാ നമുക്ക് താഴോട്ട് പോവാം.
ഗുരുക്കൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തപ്പോ നാഗമാണിക്യം കാരണം ത്രിവിക്രമന്റെ ശരീരത്തിലേക്ക് ഏതോ ഒരു ശക്തി പ്രവഹിക്കുന്നുണ്ട്. എന്നാ നമുക്ക് പോവാം. മുതലാളി, കൈയെല്ലാം കറുത്തിരിക്കുന്നല്ലോ. മുതലാളി, മുഖം കറുത്തു വരുന്നു. ശബ്ദം ഉണ്ടാക്കാതെ അവൻ എഴുന്നേറ്റാകെ പ്രശ്നം. ഗുരുക്കൾ പറഞ്ഞില്ലേ, അങ്ങനെ ചെയ്ത അവന്റെ മുഖമൊക്കെ കറക്കുന്നു. ഇതവന്റെ ശരീരത്തിലെ ദോഷങ്ങളൊക്കെ മാറിപ്പോകുന്നതാ. നാഗമാണിക്യത്തിന്റെ ശക്തി എന്റെ മകനെ എനിക്ക് തിരിച്ചു തരും. നേരം വെളുക്കുമ്പോഴേക്കും നീ കണ്ടോ. ആ മാഡം, റെഡി ആയില്ലേ? എന്നാ പോയാലോ? തൃശൂൽ, നമുക്കൊരു 5 മിനിറ്റ് ആയിട്ട് പോവാം. കഴിഞ്ഞോ? ഇനി പോവാലോ? കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യും. മാഡം, ഇനി എത്ര നേരം വെച്ചാ? നൈറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണ്. 5 മിനിറ്റ് എന്ന് പറഞ്ഞില്ലേ എന്നോട്? പിന്നെ എന്തിനാ ഇങ്ങനെ ധൃതി കാണിക്കുന്നത്? ശിവാനി, ഈ പ്രസാദം എടുത്തോളൂ മാമ. ഓ, ഇതായിരുന്നല്ലേ കാര്യം. പെൺകുട്ടികളുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനേ പറ്റില്ല. ഞാനും എന്നെ കൂടെ ഒന്ന് അനുഗ്രഹിച്ചു. വാ മോനെ, വാ മോനെ. നന്നായി വരട്ടെ. ആന്റിയും കൂടി. നന്നായി വരട്ടെ. ശ്രു, ശ്രു, എന്താ? ശ്രു, നിക്ക്. ശ്രു, എന്താ ശ്രു? ശ്രു, എന്താ നിനക്ക് പറ്റി? എന്താ നീ ഇങ്ങനെ നോക്കാനിക്കുന്നേ? എന്താ പറ്റിയ ശ്രു? നിനക്കെന്താ കഴിച്ചു പിടിച്ചില്ലേ? ശിവാനി, ശിവാനി, എന്താ ഇവക്ക് പറ്റിയെന്ന് നോക്കുമോളെ. എന്താ മോളെ പറ്റി? അങ്കിൾ, ഇങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സത്യത്തിൽ സന്തോഷിക്കാ വേണ്ടത്. സന്തോഷിക്കാ വേണ്ടെന്നു? എന്താ മോളെ? അങ്കിള് അച്ഛനാവാൻ പോവല്ലോ. ദൈവം നമ്മുടെ വിളി കേട്ടല്ലേ? ഇത്രയും വർഷമായിട്ട് നടത്തിയ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച ഉടനെ ഫലം ലഭിച്ചിരിക്കുക. ഈ ഒരു അനുഗ്രഹം എത്ര വിലപ്പെട്ടതാണെന്നറിയും. ഞാൻ എന്താ മോളെ പറയാ? അയ്യോ അങ്കിൾ, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഇനി മുതൽ അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവും. ശരി അങ്കിൾ, ഞങ്ങളെന്നാ ഇറങ്ങട്ടെ. ശരി മോളെ, പോയിട്ട് വാ. നടക്ക്. ഗുഡ് മോർണിംഗ് ഡാഡി. ഹായ് വിക്രം, വാ. എന്താ ചേട്ടാ, രാവിലെ തന്നെ നല്ല സന്തോഷത്തിലാണല്ലോ. എന്ത് പറ്റി നിനക്ക്? എന്റെ മോൻ വന്ന സ്പീഡ് കാണുമ്പോഴേ അവൻ ഓക്കെ ആണെന്ന് മനസ്സിലായില്ലേ? അതെ അങ്കിളെ, ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അത് മാത്രമല്ല, ഇന്നലെ രാത്രി ഞാൻ മെഡിസിൻ പോലും കഴിച്ചില്ല. നീ ടാബ്ലറ്റ് കഴിച്ചില്ലെന്നോ? തമാശ കളിക്കാ? അതൊക്കെ പോട്ടെ, ഇപ്പോഴവൻ ഓക്കെ ആയല്ലോ. നമുക്കതുപോലെ മോനെ. ക്ഷീണം വല്ലതും തോന്നുന്നുണ്ടോ മോനെ നിനക്ക്? ക്ഷീണോ? ക്ഷീണം എന്ന് പറഞ്ഞ എന്താന്ന് പോലും എനിക്കിപ്പോ അറിയില്ല. എനിക്ക് ശരിക്കും എന്തോ ഒരു എനർജി കിട്ടിയ പോലെ തോന്നുന്നു. നന്ദീശ, നമുക്കിറങ്ങാം.
കഴിക്കാതെ ഇങ്ങനെ എണീറ്റ് പോവല്ലേ, അത് മൊത്തം കഴിച്ചിട്ട് പോ. അല്ല, എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഞാൻ പോയിട്ട് വരാം, നിങ്ങൾ കണ്ടിന്യൂ കേട്ടോ. ചേച്ചി, ഇവന് നല്ല വിശപ്പ് കാണും. രാത്രി ഒന്നും കഴിക്കാതെ കിടന്നതല്ലേ. രാവിലെയാണ് ഈ വർക്കൗട്ടും ചെയ്തതാ. പോയി ദോശ ഇട്ട് കൊടുക്ക്. നിക്ക, ഞാൻ തന്നെ വിളമ്പി കൊടുക്കാം. ആ അങ്കിളും ആന്റിയും ഒരുപാട് നല്ലവരാ. അവർക്ക് ഇതുവരെ ഒരു കുഞ്ഞിനെ കൊടുക്കാത്ത ദൈവത്തിന്റെ കാര്യം എന്തൊരു കഷ്ടമല്ലേ. മനസ്സിൽ ഒരുപാട് വിഷമം വെച്ചിട്ടും അതൊന്നും പുറത്തു കാണിക്കാതെ ഓരോ നിമിഷവും പൊട്ടിച്ചിരിച്ചുകൊണ്ട് സന്തോഷമായിട്ടിരിക്കപ്പെടും. അവരുടെ ആ ചിരികൾ കാരണേ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറിപ്പോവും മാഡം. മാഡം, എന്റെ അമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു പെണ്ണിന് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ അമ്മയായി മറ്റൊരു ജീവൻ സൃഷ്ടിക്കാൻ കാരണമാവുന്നതാ. അവരുടെ കാര്യം നോക്കി, ഇത്രയും കാലമായിട്ട് അവർക്ക് ആ ഭാഗ്യം ഉണ്ടായിട്ടേ ഇല്ല. എത്ര വേദനിച്ചിട്ടുണ്ടാവില്ല അവർ രണ്ടുപേരും. ഇരുപത് വർഷം മക്കളില്ലാതിരുന്നിട്ട് ഇപ്പൊ ഒരു അനുഗ്രഹം കിട്ടി. അവരുടെ മുഖം കണ്ടിട്ട് സന്തോഷം പറഞ്ഞറിയിക്കാനേ പറ്റുന്നില്ല. ഇതിനെല്ലാം നിങ്ങളെ കാരണം മാഡം. ഇതൊക്കെ സംഭവിക്കാനുള്ള കാരണം നിങ്ങൾ തന്നെയാ. ഞാനോ? അതെ മാഡം. മാഡത്തിന്റെ ഐശ്വര്യം കൊണ്ട് മാത്രം അവർക്ക് ആ അനുഗ്രഹം കിട്ടിയത്. നിങ്ങളിപ്പോ ആ വീടിന്റെ മഹാലക്ഷ്മിയായി. അതെങ്ങനെ ഞാൻ മാത്രം കാരണമാവുന്നേ? എന്റെ കൂടെ നീയും ഉണ്ടായിരുന്നില്ലേ? ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ഐശ്വര്യം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ യാതൊരു സാധ്യതയില്ല. നിങ്ങൾ ഗ്രേറ്റ് തന്നെ മാഡം. ആ കുടുംബത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയും കൂടെ തന്നെ ഉണ്ടാവും. അവരുടെ ആശീർവാദവും ഇഷ്ടവും എല്ലാം നിങ്ങൾക്ക് കിട്ടും. മാഡം, നിങ്ങൾ സത്യം പറഞ്ഞ ഗ്രേറ്റാ. എന്താ പറയണ്ടേന്നൊരു ഐഡിയ കിട്ടുന്നില്ല.